രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതിയിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പിണറായി വിജയൻ നിലവിൽ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലാണ് പരിശോധന. ഇവിടെയാണ് മകൾ വീണ വിജയനും താമസിക്കുന്നത്. തിരുവനന്തപുരത്തെ വീടിന് പുറമെ CMRL ഓഫീസുകളിലും മറ്റ് 10 ഇടങ്ങളിലും ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇഡി എത്തിയത്. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ എത്തിയത്. വളരെ നാളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരുന്ന വീണ വിജയന്റെ എക്സാലോജിക് മാസപ്പടി കേസിനെ ചൊല്ലിയാണ് ഈ മിന്നൽ പരിശോധന. കേസിൽ CMRL നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇഡിക്ക് മുന്നിൽ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം ഇഡി തങ്ങളുടെ അടുത്ത നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. CMRL കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ മാസപ്പടിയായി ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന ആരോപണത്തിലാണ് വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുക്കാനാണ് ഇഡി സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. ഇഡി അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരുന്നു. ഇഡി അന്വേഷണത്തിന് നിലവിലുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ CMRL ഉദ്യോഗസ്ഥർക്കും വീണ വിജയനും കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. രാഷ്ട്രീയ വ്യവസായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കള്ളപ്പണ ജാതകം തേടിയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി. കൈക്കൂലി, നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRL കമ്പനിക്കെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് കരിമണൽ കമ്പനി വൻ തുകകൾ നിയമവിരുദ്ധമായി നൽകിയെന്നാണ് പ്രധാന കണ്ടെത്തൽ. യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുൻ കണ്ടെത്തലുകളാണ് ഇഡി അന്വേഷണത്തിന്റെ അടിത്തറ. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിലും കേസുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ സ്റ്റേയുണ്ട്. ഇത് വീണ വിജയന് ആശ്വാസമാണ്. നേരത്തെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു. എന്നാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനേക്കാൾ ഈ കോടികളുടെ കൈമാറ്റത്തിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലംഘനമുണ്ടെന്ന വിലയിരുത്തലിലാണ് ഇഡി കേസുമായി മുന്നോട്ടു പോയത്. ഇഡിക്ക് പുറമെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഈ കേസിൽ സമാന്തരമായി ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്.